بسم الله الرحمن الرحيم. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العظيم. قال رسول الله صلى الله عليه وسلم الراحمون يرحمهم الرحمن تبارك وتعالى ارحموا من في الأرض يرحمكم من في السماء. صدق رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ മക്കളായ സഖാഫികളെ, മറ്റ് സ്റ്റേജിലും സ്ഥലത്തും ഉപവിഷ്ടരായ സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, ഇന്ന് ഞാൻ ഉദ്ദേശിച്ച പ്രകാരം ഈ പരിപാടി നീട്ടി കൊണ്ടുപോകാൻ മാനസികമായി വിഷമമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറത്തു സാദാത്ത് മുഹമ്മദ് ഉള്ളാൾ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ, ഉള്ളാളത്തും പല സ്ഥലത്തും ഖാദിയായിരുന്ന മഹാനവറുകൾ ഇന്നലെ നേരെ മുമ്പത്തെ ദിവസം മർക്കത്തിൽ വന്ന് താജുൽ ഉലമയുടെ ഉറൂസ് നിശ്ചയിക്കാനും അത് പറയാനും താജുൽ ഉലമ കമ്മിറ്റിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് എൻ്റെ അടുക്കൽ വന്ന് അവിടുന്ന് തിരിച്ചു പോകുന്നതാണ് ഇന്നലെ. ഇന്ന് രാവിലെ മഹാനവറുകൾക്ക് പെട്ടെന്ന് അബോധാവസ്ഥ വന്ന് അങ്ങനെ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി വളരെ നീട്ടിക്കൊണ്ടു പോകാതെ പെട്ടെന്ന് നിർത്തുകയാണ്. പിന്നെ ഇത്രയും ബുദ്ധിമുട്ടി ദൂരെ നിന്ന് സഖാഫികൾ എല്ലാവരും വന്ന സ്ഥിതിക്ക്, ഞാനും വന്ന സ്ഥിതിക്ക് രണ്ട് വാക്ക് സംസാരിക്കാതെ നിർവാഹമില്ലാത്തത് കൊണ്ട് രണ്ട് വാക്ക് മാത്രം നിങ്ങളോട് സംസാരിക്കുന്നു. ഞാനിപ്പോൾ ഓതിക്കേൾപ്പിച്ച ഹദീസ് സഖാഫികൾക്ക് അധിക പേർക്കും അറിയാം. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് സഖാഫിയായവർക്ക് അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഹദീസുർ റഹ്മ എന്ന ഹദീസാണ്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വതആല ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഈ ഹദീസിന് ഹദീസുർ റഹ്മത്ത് എന്നാണ് പേര്. ഈ ഹദീസുർ റഹ്മ അൽ മുസൽസലു ബിൽ അവലിയ എന്ന് മഷ്ഹൂറാണ്. മുസൽസൽ ബിൽ അവലിയ എന്ന് പറയാൻ കാരണം
ബഹുമാനപ്പെട്ട സഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്. അവർ മുതൽക്ക് ഇങ്ങോട്ട് ഈ ഹദീസ് പറഞ്ഞു കൊടുത്ത എല്ലാ ഉസ്താദുമാരും ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന ഹദീസാണ് ഇത്. അതുകൊണ്ടാണ് അൽ മുസൽസൽ ബിൽ അവലിയ എന്ന് പറയുന്നത്. പരിശുദ്ധ മക്കയിലെ അബുൽ ഫൈദ് മുഹമ്മദ് യാസീൻ അൽ ഫാദാനി റഹ്മത്തുള്ളാഹി അലൈഹി, സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി, അവരിൽ നിന്ന് ഞാൻ ഈ മുസൽസലാത്ത് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ശേഷം വന്ന എല്ലാ സഖാഫികൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് സഖാഫിയായവർക്ക് ഈ മുസൽസൽ പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കയ്യിൽ അന്ന് ഇല്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി കേൾക്കാനാണ് ഞാൻ ആ ഹദീസ് ആദ്യമായി ഓതിയത്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വതആല ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഹദീസുർ റഹ്മത്ത് കൊണ്ട് തുടങ്ങാൻ എന്താണ് കാരണം? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുന്നു, തങ്ങളെ റഹ്മത്തുൽ ആലമീൻ ആയിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല. റഹ്മത്തുൽ ആലമീൻ ആലിമീങ്ങൾക്ക് സഖാഫികൾക്കൊക്കെ അല്ലാത്തവർക്കും അറിയാം. ആലമീൻ എന്നത് ആലമിൻ്റെ ജമ്മാണ്. ആലമിന് ജമ്മ് വരാൻ യാതൊരു സാധ്യതയും ഇല്ല. എന്തുകൊണ്ട്? ആലം എന്നാൽ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് പിന്നെ ജമ്മോ വരാൻ യാതൊരു വഴിയും ഇല്ല. പിന്നെ ഇവിടെ ആലമീൻ എന്ന് വന്നത് എങ്ങനെയാണ്? അത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഫളൽനാഹും അലൽ ആലമീൻ എന്ന് വന്ന സ്ഥലത്തൊക്കെ ഐ ആലമി സമാനിഹിം എന്ന് ജലാലൈനി അടക്കമുള്ള തഫ്സീറുകളിൽ കാണാം. ആ കാലത്തുള്ള ആലമ്. അപ്പോൾ ആലമ് എന്ന് മുഫ്രദ് ഇല്ലെങ്കിലും ഉലു വആലമൂന ഇല്ലിയൂന വഅറളൂന സദ്ദബസ്സിനൂന എന്ന അൽഫിയിൽ പറഞ്ഞിട്ടുണ്ട്. ആലമീന എന്ന് പറയുന്നത് സാത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഫാത്തിഹ സൂറത്തിൻ്റെ ആദ്യത്തിൽ ഉണ്ടല്ലോ. അപ്പം അവിടെയൊക്കെ ആലമീൻ സാത്തായ ഈ ആലമീന് വന്നത് അൻവാഴികളെയും അജയാസുകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ ആലമുൽ അർവാഹ്, ആലമുൽ ദുനിയ, ആലമുൽ ആഖിറ, ആലമുൽ ബർസഖ്, അല്ലെങ്കിൽ ആലമുൽ ഹൈവാൻ, ആലമുൽ ജമാഅത്ത്, ഇങ്ങനെ അള്ളാഹു അല്ലാത്ത വസ്തുക്കൾ പല നൗലുകളും പല ജിൻസുകളുമുണ്ട്. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആലമൂൻ അല്ലെങ്കിൽ ആലമീൻ എന്ന് വരുന്നത്. അൽഫിയിൽ പറഞ്ഞാണ് ഞാൻ ചെല്ലിയ ബൈത്ത്. ഉലു വആലമൂന ഇല്ലിയൂന വഅറളൂന സദ്ദബസ്സിനൂന. നമ്മൾ മുഅ്മിനീങ്ങളായ
ആളുകളെ റൂഹിനെ പിടിച്ച് മലായിക്കത്ത് കൊണ്ടുപോയി സൂക്ഷിക്കുന്ന സ്ഥലം ഇല്ലിയൂൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന് ജമാൽ ഇല്ലിയിൻ്റെ ജമ്മൊന്നുമല്ല. ഇല്ലിയൂൻ എന്ന് പറഞ്ഞത് അതിൻ്റെ പേരാണ് ആ സ്ഥലത്തിൻ്റെ. ദുഷ്ടന്മാരെയും കുഫറിൻ്റെ ആളുകളെയും കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം സിജ്ജീൻ ആണ്. മുസ്ലിമായി മുഅ്മിനായി മരിച്ചിട്ടുള്ള ആളുകളെ റൂഹിനെ ഇല്ലിയീൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. അത് ആ സ്ഥലത്തിൻ്റെ പേരാണ്, ജംഅ് അല്ല. അതാണ് ഇല്ലിയൂൻ എന്ന് പറയുന്നത്. അത് ഷാദത്താണ് എന്ന് അറബിയിൽ പറയാനുള്ള കാരണം. ഏതായിരുന്നാലും അർറഹിമൂന പരസ്പരം റഹ്മത്ത് ചെയ്യുന്നവർ യർഹമുഹുമുർ റഹ്മാനു തബാറക വതആല, അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്. ഇവിടെ തബാറക വതആല എന്ന ഈ സിയാദത്ത് സഹാഹുത്തയിൽപ്പെട്ട അബൂദാബൂദിൽ മാത്രമേ ഉള്ളൂ. മറ്റു കിതാബുകളിലൊന്നും തബാറക വതആല എന്ന ഈ സിഫത്ത് ഇല്ല. റഹ്മാൻ എന്ന് അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ, അഖില ലോക ചരാചരങ്ങൾക്കും റഹ്മത്ത് ആണ്. ആ ഒരൊറ്റ വ്യക്തി മാത്രമേ അങ്ങനെ റഹ്മത്തുൽ ലിൽ ആലമീനായിട്ട് ഉള്ളൂ. ഞാൻ തബ്ലീഗ് ജമാഅത്തിന് പണ്ടേ അവരുടെ ആശയങ്ങളും ഒക്കെ കണ്ടിട്ട് എതിർക്കുന്ന ആളാണ്. എന്നാൽ എനിക്ക് ശക്തിയായ വെറുപ്പ് അവരോട് വന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള ഒരു ഗുണമല്ല, നമ്മളെ കൂട്ടത്തിലും റഹ്മത്തുൽ ലിൽ ആലമീൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറുപടി കൊടുക്കുകയും അവരുടെ നേതാവിന് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പേര് വെക്കുകയും ചെയ്തത് മുതൽക്ക്, അത് കണ്ടത് മുതൽക്കാണ് ഞാൻ വളരെയധികം വെറുപ്പ് അവരോട് എൻ്റെ കൽബിൽ വന്നിട്ടുള്ളത്. അത് അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീൻ വേറെയും പലർക്കും പറയാം. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ലോക മുസ്ലിംകളുടെ ഇജ്മാ ആണ്, മുഫസ്സിറുകളുടെ ഇജ്മാ ആണ്, ഉലമാഇന്റെ ഇജ്മാ ആണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന സിഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അല്ലാഹു തആല കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു സിഫത്ത് മറ്റൊരാൾക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. അത് അല്ലാഹു തആലാന്റെ റഹ്മത്ത് 100 ഓഹരി വെച്ച് ഓഹരി വെക്കാതെ ഓഹരിയായി സങ്കല്പിച്ചാൽ 99 ഓഹരിയും അല്ലാഹു തആല ആഖിറത്തിലേക്ക് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നിർത്തിവെച്ചതാണ്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ മാ മിൻകും ബി അശദ്ദ ലില്ലാഹി മുനാസദതക്കും ലിഇഖ്വാനിക്കും അല്ലദീന ദഖലൂ ഫിന്നാർ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നിങ്ങൾ ആഖിറത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളായ സഹോദരന്മാർക്ക് വേണ്ടി തർക്കിക്കുന്നത് പോലെ മറ്റൊരു തർക്കവും അല്ലാഹുവിൻ്റെ മുമ്പിൽ ഉണ്ടാവുകയില്ല. മാ മിൻകും ബി അശദ്ദ ലില്ലാഹി മുനാസദതക്കും ലിഇഖ്വാനിക്കും അല്ലദീന ദഖലൂ ഫിന്നാർ. നരകത്തിൽ കടന്നുപോയ സഹോദരിക്ക് വേണ്ടി അള്ളാഹുവിനോട് വാശിയോടുകൂടി പറയും, അള്ളാഹുവേ, ആ ആൾ എനിക്ക് ഭക്ഷണം തന്ന ആളാണ്. എൽമു പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്ന് എന്നെ
പഠിപ്പിച്ച ആളാണ്. എനിക്ക് ദാരിദ്ര്യമുള്ള സമയത്ത് എനിക്ക് വസ്ത്രം വാങ്ങിത്തന്ന ആളാണ്, എനിക്ക് മരുന്ന് വാങ്ങിത്തന്ന ആളാണ്. ഇങ്ങനെ പരസ്പരം സഹായം ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ശഫാഅത്ത് ചെയ്യും. ആ സമയത്ത് അവരുടെ ശഫാഅത്ത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ 99 ഭാഗം റഹ്മത്തും അള്ളാഹു സൂക്ഷിച്ചു വെച്ചു. ഒരു ഭാഗം റഹ്മത്ത് അതിനെ പിന്നീട് 100 ഓഹരിയാക്കി. അതിൽ ഒരു ഓഹരി ആണ് ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ഇടയിലുള്ള റഹ്മത്ത്. അതായത് റഹ്മത്തുൽ വാലിദിമാൽ വലുത്, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം, മക്കൾക്ക് വാപ്പനോടും ഉമ്മനോടുമുള്ള സ്നേഹം, ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിലുള്ള സ്നേഹം, ഈ ജ്യേഷ്ഠാനുജന്മാരും തമ്മിലുള്ള സ്നേഹം, ഇങ്ങനെയുള്ള ഒരുപാട് സ്നേഹങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു ജുസ് അതിന് 99 ആണ്. അത്രയും ചുരുങ്ങിയതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ വലബത്ത് റഹ്മത്ത് ഒലബി, എൻ്റെ റഹ്മത്ത് ഒലബിനേക്കാൾ വാലിബാണ്, മുഅ്മിനീങ്ങളോട് എനിക്ക് വലിയ സന്തോഷമാണ്, സ്നേഹമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമ്മൾ ഹദീസിൽ ഓതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ റഹ്മത്ത് ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും റഹ്മത്തായി അയക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ നബിതങ്ങളോട് അടുക്കുകയും ആ നബിതങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഖബറിൽ രക്ഷ കിട്ടുകയുള്ളൂ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഖബറിൽ മലക്കുകൾ 2 ആൾ വന്ന് 1-2 ചോദ്യങ്ങളൊക്കെ ആ ഖബറിലുള്ള ആളോട് ചോദിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഹാജരാകും. ആ ഹാജരാകുന്ന സമയത്ത് മാ ഇൽമുക ബിഹാദർ റജുലി, ആ കാണുന്ന വ്യക്തിയെ നിനക്ക് പരിചയമുണ്ടോ, നിൻ്റെ അറിവെന്താണ് എന്ന് ഖബറിലുള്ള മനുഷ്യനോട് ചോദിക്കപ്പെടുമ്പോൾ യഖൂൽ മുനാഫിഖു ആഹ് ആഹ് ലാ അദ്രി, കപടവിശ്വാസിയായ ആള് പറയും എനിക്കറിയില്ല എന്ന് വന്നിട്ട് അട്ടഹാസിച്ച് കരയുകയാണ്. വഅമ്മൽ മുഅ്മിനു അൽ മൂഖിനു, നല്ല ഉറപ്പുള്ള മുഅ്മിനായ മനുഷ്യൻ യഖൂലു, അവൻ പറയുന്നു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ജാഅനാ ബി കിതാബില്ലാഹി ഫആമന്നാ ബിഹി വസദ്ദഖനാഹു, ഞങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ കിതാബുമായി വന്നപ്പോൾ ഞങ്ങളെല്ലാം ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും അവരെ ഉറപ്പിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ മലായിക്കത്ത് ഈ ഖബറിലുള്ള ആളോട് പറയും, ഇനി നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയും, നിനക്ക് പരിചയമുണ്ട് എന്ന് വന്നതുകൊണ്ട് ഞങ്ങളിനി ചോദിക്കുന്നില്ല. നൗമത്തൽ അറൂസ്, ഒരു പുതിയാപ്പിള അറയിൽ വിശ്രമിക്കുന്നത് പോലെ നീ ഇവിടെ വിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങളെ ഖബറിൽ അതാ സന്തോഷിപ്പിക്കുകയാണ്. അതിനെല്ലാം കാരണം അള്ളാഹുവിൻ്റെ റസൂലുമായുള്ള ബന്ധം നമുക്ക് കൂടുതൽ വേണം. അള്ളാഹു തആല ഖുർആനിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചു, ഒരുപാട് സ്ഥലത്ത് അള്ളാഹു തആല
നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ്, അവരോടുള്ള ബഹുമാനം, അവിടത്തോടുള്ള അറിവ്, അവിടത്തോടുള്ള ബന്ധം, അതാണ് മനുഷ്യനെ ഖബറിലും മഹ്ശറയിലും എല്ലാ സ്ഥലത്തും രക്ഷപ്പെടുത്തുന്ന വസ്തു, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അതും അത് തന്നെയാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി, കിതാബിൽ നാം വെളിവാക്കി കൊടുത്തതിൻ്റെ ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ മാറ്റി മറിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുകയോ ചെയ്യുന്ന ആളുകൾ ഉലൈക യൽഅനുഹുമുല്ലാഹു, അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്യും. വയൽഅനുഹുമുൽ ലാഇനൂൻ, അല്ലാഹുവിൻ്റെ മലായികത്തും മുഅ്മിനീങ്ങളെല്ലാം ലഅനത്ത് ചെയ്യും. അപ്പോൾ അത്ര വലിയ കുറ്റമാണ് റസൂലുള്ളാഹിന്റെ ഔസാഫുകളെ മനസ്സിലാക്കി കൊടുക്കാതെ അത് മറച്ചു വെച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കക്ഷികളല്ലാത്ത എല്ലാ കക്ഷികളും മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായിരുന്നു, സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി ജീവിച്ചു, സാധാരണ മനുഷ്യനായി മരണപ്പെട്ടു പോയി എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നല്ല ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെയൊക്കെ എത്രയോ മുതലാളിമാരും പണക്കാരും മദ്രസകൾ സ്ഥാപിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദുകളൊക്കെ പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ അവർ പഠിപ്പിക്കുന്നത് ഇതാണ്: മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി ജീവിച്ചു, സാധാരണ മനുഷ്യനായി മരിച്ചുപോയി. മരണപ്പെട്ടതിൻ്റെ ശേഷം മുഹമ്മദ് നബിയുടെ ശരീരം ഇവിടെ വെച്ചിരുന്നുവെങ്കിൽ മറ്റുള്ളവരെ പോലെ കെട്ടുനാറി അത് ദ്രവിച്ചു പോകുമായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ മറവ് ചെയ്തത് എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ് ഞാൻ മേൽ പറഞ്ഞ കക്ഷികളെല്ലാം. ഇത് പഠിപ്പിക്കുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ലഅനത്തിന് പാത്രീഭൂതനാണ്. അള്ളാഹുവിൻ്റെയും മലായിക്കത്തിൻ്റെയും ലഅനത്ത് അവൻ്റെ മേലെ ഉണ്ടാകും. അപ്പം ഇത് ലഅനത്താകുമ്പോൾ ഒരുത്തൻ തൗബ ചെയ്യാൻ ഉദ്ദേശിച്ചാലോ? ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞുപോയി, പിന്നെ തൗബ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തൗബല്ലേ? എല്ലാവർക്കും തൗബ ഉണ്ടാണല്ലോ. അതിന് അള്ളാഹു പറയുന്നു, ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ. തൗബ ചെയ്താൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? അവർ കേടുവരുത്തിയ ഫസാദാക്കിയ എല്ലാം നന്നാക്കണം. അവർ മറച്ചു വെച്ചതെല്ലാം വെളിവാക്കുകയും ചെയ്യണം. അതിൻ്റെ ശേഷം തൗബ ചെയ്താൽ ഫഅതൂബു അലൈഹിം, ഞാൻ അവൻ്റെ മേലെ തൗബയെ സ്വീകരിക്കും എന്ന് ഖുർആൻ പറയുന്നു. സഹാബികളാണ് ഇരിക്കുന്ന, നിങ്ങൾക്കെല്ലാം അറിയാം. ഈ ആയത്തിൽ അല്ലാഹു തആല തൗബ സ്വീകരിക്കാനുള്ള ഷർത്ത് പറഞ്ഞത് നമ്മളൊക്കെ സാധാരണ ഫത്ഹുൽ മുഈൻ ഓതിക്കൊടുക്കുമ്പോഴും മറ്റ് കിതാബുകൾ ഓതിക്കൊടുക്കുമ്പോഴും
എല്ലാം പഠിപ്പിക്കാറുണ്ട്. ഒരാൾ അന്യമതത്തിൽപ്പെട്ട ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വരാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്താൽ മതി. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു വിഷയം ചെയ്തുകൊണ്ട് മുർത്തദ്ദായി പോയവർ ഇസ്ലാമിലേക്ക് മടങ്ങണമെങ്കിൽ കഫർത്തു ബിമാ കഫർത്തു, ഞാൻ എന്തുകൊണ്ടാണോ കുഫ്രിയത്തിൽ പോയത് അതൊക്കെ ഞാനിപ്പോൾ നിഷേധിച്ചിരിക്കുന്നു എന്ന് മടക്കി പറഞ്ഞെങ്കിൽ അല്ലാതെ അവൻ്റെ ഷഹാദത്ത് സ്വീകാര്യമല്ല എന്ന് നമ്മൾ കിതാബിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. അതാണ് ഇവിടെ ഈ ആയത്തിൽ പറയുന്നത്. ഇല്ലല്ലദീന താബു വ അസ്ലഹു വ ബയ്യനു, തൗബ ചെയ്ത് എന്നിട്ട് അവർ കേടുവരുത്തിയതൊക്കെ നന്നാക്കി അവർ മറച്ചു വെച്ചതെല്ലാം ഒഴിവാക്കി കൊടുത്ത് എന്നാൽ ഫഅതൂബു ഞാൻ അവരെ തൗബ സ്വീകരിക്കുമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔസാഫുകൾ മറച്ചു വെക്കുന്ന ആളുകൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല. റസൂലുള്ളാഹിനെ മനസ്സിലാക്കി കൊടുക്കുകയും റസൂലുള്ള സാധാരണ മനുഷ്യനല്ല, ലസ്തു മിസ്ലക്കും, എത്രയോ വാക്കുകൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെയല്ല, ലസ്തു മിസ്ലക്കും, നിങ്ങളെപ്പോലെയല്ല. റമദാനിൽ രാത്രി സമയത്തും എനിക്ക് മാത്രം വ്യസാന നോമ്പ് അനുവദനീയമാണ്. കാരണം എനിക്ക് സ്വർഗത്തിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന് കുടിപ്പിക്കപ്പെടുന്നു. നിങ്ങളും ഞാനും ഒരുപോലെയല്ല എന്നിങ്ങനെ ധാരാളം ഹദീസുകളിലുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുകയും പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നവർക്ക് മാത്രമാണ് അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച വഴി ആ വഴിയിൽ പ്രവേശിക്കുകയും ചെയ്യണം എന്ന് മാത്രം തൽക്കാലം ഞാൻ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ സൗകര്യപ്പെട്ടെങ്കിൽ ക്ലാസ്സുകളെല്ലാം എടുക്കുക. ഇപ്പെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് കൂറാത്തങ്ങൾ വഫാത്തായതുകൊണ്ട് ഈ യോഗം പെട്ടെന്ന് നമുക്ക് പിരിയുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല അവരെ ഖബറിൽ യാതൊരു ചോദ്യവുമില്ലാത്ത മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലാഹു തആല നമുക്ക് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ.